ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് ഷവോമി 15ഉം ഷവോമി 15 അൾട്രയും നിങ്ങൾക്ക് നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. നമുക്ക് ഷവോമി 15 ഓൾമോസ്റ്റ് ഒരു 60 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ. അതുപോലെ തന്നെ ഷവോമി 15 അൾട്ര ആണെങ്കിൽ 1,10,000 രൂപയ്ക്കാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ വാങ്ങിക്കാൻ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും ഷവോമി എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് കാറ്റഗറി ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇന്ത്യയിലൊക്കെ, എസ്പെഷ്യലി ഇന്ത്യയിൽ തന്നെ. അത് മാത്രമല്ല ഞാൻ അതിൻ്റെ ആ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല നമ്മൾ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ അത് വാങ്ങിക്കണമെന്ന് പറയാൻ മെയിൻ കാരണം. ശരിക്കും ഷവോമി അൾട്ര 50 എന്ന് പറയുന്ന ഒരു ഫോൺ ശരിക്കും ആ പ്രൈസിന് ഭയങ്കര ഒരു ഓവർ പ്രൈസ്ഡ് ഫോൺ തന്നെ പറയേണ്ടി വരും. പറയുമ്പോൾ അതിന് 28 ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങൾക്ക് അറിയാം ക്യാമറ എന്ന് അല്ലെങ്കിൽ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഹാർഡ്വെയർ മാത്രം പോരാ, സോഫ്റ്റ്വെയറും കൂടി വേണം. ആ സോഫ്റ്റ്വെയറിന്റെ ഭാഗത്ത് ഷവോമി ഭയങ്കര പരാജയം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി നമ്മുടെ ഷവോമി 14 ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പറയുമ്പോൾ കിടിലൻ ഫോൺ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ലെറ്റ് ഡൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ പരസ്യവും അത്യാവശ്യം എന്താ കുറെ ആഡുകളും അങ്ങനത്തെ കുറെ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഹൈപ്രോയ്സിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഹൈപ്രോയ്സ് 2-ലൊക്കെ നമ്മുടെ ആൻഡ്രോയിഡ് 15 വരുന്ന ശരിക്കും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്യാണ്ട് ഒരു ഇറക്കിയ പോലത്തെ ഒരു സ്കിന്നൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ സ്കിന്നായിരുന്നു വേണമെങ്കിൽ പറയേണ്ടി വരും. പറയുമ്പോൾ അത്യാവശ്യം ലൈറ്റ് ആയിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്കറിയാം ഇപ്പോൾ വന്നേക്കുന്ന നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് 15 സീരീസിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Elite പ്രൊസസർ വെച്ചാൽ വന്നേക്കുന്നത്. അപ്പോൾ അതിന് വലിയ കാര്യമൊന്നുമല്ല. അത്യാവശ്യം നമുക്കറിയാം നമ്മുടെ 1UI 7 തന്നെ നമുക്കറിയാം 1UI ആണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നമ്മുടെ ആൻഡ്രോയിഡിൽ സ്കിന്ന് വരുന്നത്. അത് തന്നെ സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ അതിന് പുല്ല് പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് ആക്കിയത് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഈ 15 സംഭവത്തിലൊന്നും നമ്മുടെ ഈ പെർഫോമൻസിൽ കിട്ടാനൊന്നുമില്ല. എന്ന് വെച്ചാൽ അത്രയും നല്ല പെർഫോമൻസ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Elite തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റിൽ ശരിക്കും ഷവോമി 15 സീരീസ് ഭയങ്കര ഒരു ലെറ്റ് ഡൗൺ തന്നെ പറയേണ്ടി വരും. പിന്നെ ഞാൻ ഷവോമി 15 വാങ്ങിക്കേണ്ടെന്ന് പറയാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ സാധനം അത്യാവശ്യം പ്രൈസ് കുറച്ച് കഴിയുമ്പോൾ കുറയട്ടെ. നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കാൻ നിൽക്കേണ്ടത് വൻ നഷ്ടമാവും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയിരിക്കും കുറച്ച് കാലം മുമ്പ് തന്നെ ഷവോമി 14 45-46 രൂപയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. പുതിയ സാധനം, ഫ്രഷ് സാധനം, അതും ലോഞ്ച് ചെയ്ത ഇതേ സെയിം പ്രൈസിന് തന്നെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് സാധനം തന്നെ വില കുറയും. എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സെയിൽസും കാര്യങ്ങളൊന്നും വരാത്തൊരു മോഡലായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഷവോമിയുടെ അത്രയും ഹൈ പ്രൈസ്ഡ് ഓവർ പ്രൈസ്ഡ് അല്ലെങ്കിൽ ഓവർ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊന്നും വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഷവോമി 14 ഭയങ്കരമായിട്ട് ഇടിഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയും 10-20,000 രൂപയൊക്കെ പെട്ടെന്ന് തന്നെയാണ് സാധനം കുറഞ്ഞത്. അപ്പോൾ 60,000 65,000 അല്ലെങ്കിൽ 70,000 രൂപയ്ക്ക് വാങ്ങിച്ച ആള് കുറച്ച് കഴിയുമ്പോൾ ഫോൺ വാറണ്ടി പോലും ഞാൻ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ സാധനം 46-47 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഞാൻ തന്നെ 46,500 എന്തിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷവോമി 15 നല്ലൊരു ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. പക്ഷെ ആ പ്രൈസിന് സാധനം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അത് അത്യാവശ്യം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തെ സാധനം ഭയങ്കരമായിട്ട് ഇടിയും. മിക്കതും 50,000 താഴെ എന്തായാലും വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഷവോമി 14 വന്ന പോലെ തന്നെ പറയുമ്പോൾ കാര്യമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അത് രണ്ടും തമ്മിൽ. എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡ്വെയർ ഇമ്പ്രൂവ്മെന്റ് നടത്തിയെന്നല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ചെറിയ ഹാർഡ്വെയർ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടുള്ളൂ. പറയുമ്പോൾ പ്രൊസറൊക്കെ മാറ്റി, എന്നാലും ക്യാമറ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെമ്മറി ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഷവോമി 14 ആയാലും നമ്മുടെ പെർഫോമൻസിലോ സംഭവത്തിലൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല. അതിലാകെ കുറെ പേർക്ക് ഇഷ്യൂ ഉണ്ടാകുന്നു നമ്മുടെ ക്യാമറയിൽ നമ്മുടെ എന്താ പറയുക മോയ്സ്ചർ വരുന്നൊരു ഇഷ്യൂ ആയിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഡിവൈസിൽ ആഫ്റ്റർ അപ്ഡേറ്റ് എനിക്കത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ വന്നിട്ടുണ്ടാകുന്നില്ല. ഇപ്പോഴത്തെ അതുകൊണ്ട് തന്നെ ക്യാമറ ചെറുതായിട്ടൊന്നും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ഇത് എടുക്കേണ്ടതെന്ന് പറയാൻ കാരണം. ഷവോമി 15 അൾട്ര ഞാൻ എന്തായാലും തീരെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അത് ഓവർ പ്രൈസ് തന്നെയാണ്. 1,10,000 രൂപയ്ക്ക് ഒരു ഫോൺ, അത് ഏത് ബ്രാൻഡ് ഫോൺ വാങ്ങിച്ചാലും നഷ്ടം തന്നെയാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ ഈ ഷവോമിയുടെ ഒരു ഫോൺ 15 അൾട്ര ഈ റേഞ്ചിൽ വാങ്ങിക്കാന്ന് പറയുമ്പോൾ അത് ശരിക്കും നോക്കുകയാണെങ്കിൽ ആ പ്രൈസിനെ അത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ ഷവോമി ഫാൻസുകാരൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രൈസ് കൊടുക്കുന്നതിന് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് വാല്യൂ തരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫോൺ എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ ഫോൺ ആവണമെങ്കിൽ നമുക്കതിൽ ഹാർഡ്വെയറും വേണം, സോഫ്റ്റ്വെയറും വേണം. അപ്പോൾ സോഫ്റ്റ്വെയർ സെക്ഷനിൽ ഭയങ്കര പരാജയം തന്നെയാണ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് 15 സീരീസിൻ്റെ ബാക്കി എല്ലാ സ്കിന്നും എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹൈപ്രോയ്സ് 2 തന്നെയാണ് ഇപ്പോൾ വൻ ഷോക്കായിട്ടിരിക്കുന്നത്. ഹൈപ്രോയ്സും അതുപോലെ തന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഓക്സിജൻ ഓയിസും 1UI 7 ഒക്കെ കിടലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നെത്തിങ് ഓയിസ് ആയിക്കോട്ടെ എല്ലാം സൂപ്പറായിട്ട് നല്ല എന്താ പറയുക ആനിമേഷനും സംഭവമൊക്കെ ആയിട്ട് വന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബഗ്ഗും പരസ്യം സംഭവങ്ങളൊക്കെ വരുന്ന ഈ സാധനത്തിലാണ്. പിന്നെ കുറച്ച് പരസ്യം വരുന്ന നമ്മുടെ ഫൺ ടച്ച് ഓയിസിലാണ് നമ്മുടെ വിവോക്കാരുടെ. പിന്നെയും ഇതിനായിട്ടും കുറച്ച് ഭേദമാണ് മാത്രം. പുതിയ ഇപ്പോൾ ലേറ്റസ്റ്റ് X200 Proയിലൊക്കെ പിന്നെയും ഭേദമാണ്.
പക്ഷേ ഈ ഷോമി 14-ലും 15-ലൊക്കെ ഇവരുടെ ഹൈ പ്രോസസ് ഭയങ്കര പരാജയം തന്നെ പറയേണ്ട ഒരു കേട്ടോ. അതെനിക്ക് തോന്നുന്ന ഒരു എന്താ ചൈനേനെ നോക്കി കണ്ടിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ഇറക്കിക്കൊണ്ടാണോ എന്താ അറിയില്ല, സംഭവം അറിയില്ല. എന്ന് വെച്ചാൽ അവരുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ബഗ്ഗും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയുമ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കിടലൻ ഫോണാണ് അത്. നമ്മുടെ 14-നും സൂപ്പർ തന്നെയായിരുന്നു. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ആ ഷവമി 14 ഞാൻ പറഞ്ഞല്ലോ 46 രൂപയ്ക്ക് കിട്ടുമ്പോൾ ആ ഒരു പ്രൈസിന് അതിൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സ്പെക്സ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഒടുക്കത്തെ ഒരു വാല്യൂ ഫോർ മണി ആയിരുന്നു. പക്ഷെ അതിന്റെ ഹാർഡ്വെയർ അടിപൊളിയാകുമ്പോഴും സോഫ്റ്റ്വെയർ സെക്ഷൻ ഭയങ്കര വീക്കായിരുന്നു. അതാണ് അതിന്റെ മെയിൻ പ്രോബ്ലം ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ 15 ആണെങ്കിപ്പോഴും സ്ഥിതി തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന പ്രൈസ് കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടൊന്നും ഇല്ലെന്നുണ്ട്. ഷവമി 15 ഇപ്പം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഷവമി 15 അൾട്രയ്ക്ക് ആണെങ്കിൽ നമുക്ക് 16 GB റാമിൻ്റെ 512 സ്റ്റോറേജിന് വരുന്നത് 1,09,999 രൂപ. അത് നിങ്ങൾക്ക് ICICI ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അല്ലാത്ത പക്ഷം സാധനം 1,10,000 രൂപയാണ്. അപ്പോൾ ആ പ്രൈസിന് എനിക്ക് തോന്നുന്നില്ല ഇത് വാല്യൂ തരുന്നു. എനിക്ക് തോന്നുന്നില്ല, തീരെ തോന്നുന്നില്ല. പറയുമ്പോൾ ക്യാമറ കിടിലൻ തന്നെയാണ്, അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു ഓവറോൾ ആയിട്ട് പറഞ്ഞേട്ടാ. എന്ന് വെച്ചാൽ അതിൽ ക്യാമറ അല്ലാണ്ട് വേറെ വലിയ എടുത്ത് പറയാനുള്ള സംഭവമൊന്നും ഇല്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഓവർ പ്രൈസ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഇനീഷ്യലി നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ കിറ്റെങ്കിലും കിട്ടുമായിരുന്നു. അപ്പോൾ അതുമില്ല. അപ്പോൾ അതാണ് ഞാൻ മെയിൻ പറയാൻ കാരണം കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഷവമി 15 കാര്യം പറയുകയാണെങ്കിൽ 12 GB 512 GB വരുന്നതിന് 64,999 ആണ്. അതിൽ ICICI ബാങ്ക് ഉണ്ടെങ്കിൽ 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ 60,000 രൂപയ്ക്ക് കിട്ടും. അതും കമ്പാരിറ്റീവ്ലി നമ്മൾ ഷവമി 14 ഞാനൊക്കെ വാങ്ങിച്ചിരുന്നത് 45-46 രൂപയ്ക്കാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സാധനം ശരിക്കും ഓവർ പ്രൈസ് എന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ആകെ പ്രൊസസ്സർ എടുത്ത് മാറ്റി ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. അല്ലാണ്ട് ഒരു ഡിഫറൻസും ഡിസൈനിന് പോലും ഇല്ല. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഓവർ പ്രൈസ് ആണെന്ന് തോന്നും. പറയുമ്പോൾ സാധനം ഷവമി 14 ലോഞ്ച് ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് ഈ പ്രൈസ് തന്നെയാണ്. ഇതിനായിട്ട് കുറച്ച് കൂടുതലായിരുന്നു. അത്ര പെട്ടെന്ന് ഇത് കുറയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കേട്ടോ. നിങ്ങൾ ഷവമി 15 നല്ലൊരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ മാത്രം നിങ്ങൾ കണക്കായിട്ട് എടുത്താൽ മതി. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് നമ്മൾ ആ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടാ. അടുത്ത കാണാം.